കൊച്ചിയിൽ യുവനടിയെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ച സംഭവത്തിൽ നടൻ പൃഥ്വിരാജിൽ നിന്നും അന്വേഷണ സംഘം മൊഴിയെടുക്കുമെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട്. കേസിൽ അറസ്റ്റിലായ നടൻ ദിലീപിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച പൂർണിമ ഇന്ദ്രജിത്ത്, ആന്റണി പെരുമ്പാവൂർ എന്നിവരുടെ മൊഴി രേഖപ്പെടുത്താനാണ് പോലീസിന്റെ തീരുമാനം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ അറസ്റ്റിലായ ദിലീപ് നൽകിയ ജാമ്യ ഹർജിയിലാണ് പൃഥ്വിരാജ് അടക്കമുള്ളവരുമായി ബന്ധപ്പെട്ട വിവരമുള്ളത്. പൾസർ സുനി ജയിലിൽ വെച്ച് നടത്തിയ ഗൂഢാലോചനയിൽ പങ്കെടുത്തതായി ആരോപിക്കപ്പെട്ട താരങ്ങളെ കുറിച്ച് അന്വേഷിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ദിലീപിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ആരാഞ്ഞിരുന്നു. സുനി സഹതടവുകാരൻ വിഷ്ണുവിന്റെ പേരിൽ നാദിർ ഷായെയും അപ്പുണ്ണിയെയും ഫോണിൽ വിളിച്ചിരുന്നു. ഈ ഫോൺ സംഭാഷണത്തിൽ പ്രമുഖ താരങ്ങളുടെ പേര് പരാമർശിച്ചുവെന്നാണ് റിപ്പോർട്ട്. പൃഥ്വിരാജ്, പൂർണിമ ഇന്ദ്രജിത്ത്, ആന്റണി പെരുമ്പാവൂർ എന്നിവരുടെ പേരുകളാണ് കോളിൽ പരാമർശിച്ചതെന്നാണ് സൂചന. എന്നാൽ ഈ കോൾ ദിലീപ് തന്നെ കെട്ടിച്ചമച്ചതാണെന്നും സുനി ബ്ലാക്ക്മെയിൽ ചെയ്തുവെന്ന ആരോപണം വ്യാജമാണെന്നും പോലീസ് പറയുന്നു. പൃഥ്വിരാജ് അടക്കമുള്ളവർക്കെതിരെ ദിലീപ് സംസാരിച്ചത് കേസ് വഴിതിരിച്ചുവിടാനാണെന്നാണ് പോലീസ് നിഗമനം. ദിലീപിന്റെ പരാതികൾ അന്വേഷിക്കുന്നില്ലെന്ന ആരോപണം ഉണ്ടാകാതിരിക്കാൻ ഇവരുമായി പോലീസ് ഫോണിൽ സംസാരിക്കാനും സാധ്യതയുണ്ട്. ദിലീപ് ആന്റണി പെരുമ്പാവൂരിന്റെ പേര് പരാമർശിച്ചത് മോഹൻലാലിനെ ലക്ഷ്യം വെച്ചാണെന്നും റിപ്പോർട്ടുണ്ട്. തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്ന ദിലീപിന്റെ പരാതിയിൽ പോലീസിന് തെളിവുകളൊന്നും ലഭ്യമായിട്ടില്ല. താരത്തിന്റെ പരാതിയിൽ അന്വേഷണം നടത്തിയില്ലെന്ന ആരോപണം ഉണ്ടാകാതിരിക്കാനാണ് സംവിധായകൻ ശ്രീകുമാർ മേനോന്റെ മൊഴിയെടുത്തത്. ശ്രീകുമാർ മേനോൻ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നാണ് ദിലീപ് അന്വേഷണ സംഘത്തോട് പറഞ്ഞത്. എന്നാൽ അങ്ങനെ നടന്നതായി തെളിയിക്കുന്ന ഒരു തെളിവും 2 മണിക്കൂർ ചോദ്യം ചെയ്തിട്ടും ശ്രീകുമാറിൽ നിന്ന് പോലീസിന് ലഭിച്ചില്ല. കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം.